58 വയസ്സുകാരിയായ കാസർഗോഡ് മുണ്ടോൾ സ്വദേശി ലക്ഷ്മിയുടെ കുടുംബത്തിൽ പണ്ട് എൻഡോസൽ ഫണ്ട് ദുരിതം വിതച്ചതാണ്. ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച നഷ്ടപരിഹാര തുക കാറടുക്ക അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചപ്പോൾ ഇങ്ങനെയൊരു ചതി ലക്ഷ്മി പ്രതീക്ഷിച്ചില്ല. നിലവിൽ സൊസൈറ്റിയിൽ 3 ലക്ഷത്തോളം രൂപ നിക്ഷേപമായുണ്ട്. എന്നാൽ അർബുദബാധിതയായ സഹോദരന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം പിൻവലിക്കാൻ സൊസൈറ്റിയിലെത്തിയപ്പോൾ ഇവർക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ അപ്പ്യ പറഞ്ഞേ 1 ലക്ഷം ദീപ 1000 ഉണ്ട് മതി പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നുമല്ല 5000 തരാം എന്നിട്ട് 5000 തന്നു. ലക്ഷ്മിയും മീനാക്ഷിയും ക്യാൻസർ ബാധിതയായ നാരായണിയുമാണ് വീട്ടിലാകെയുള്ളത്. വാർദ്ധക്യത്തിന്റെ വയ്യായികൾക്കിടയിൽ ഇവർക്ക് താങ്ങായി ആരുമില്ല. പെൻഷൻ മാത്രമാണ് ഏക ആശ്രയം. പൈസയുടെ കാര്യം എന്ത് നിങ്ങൾ ചോദിക്കണ്ട, പൈസക്ക് ഇപ്പോൾ തെരിയ കയ്യാണ്. 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ പൈസ തരാം എന്ന് പറഞ്ഞു. എപ്പോൾ ആയിട്ട് തരാതിരിക്കല പൈസ, നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ എപ്പോൾ വന്നെങ്കിലും പൈസ ഉണ്ടാകും എല്ലാം പറഞ്ഞു. എന്നും താങ്ങായി നിന്ന ചേച്ചിയുടെ ചികിത്സയ്ക്കായി എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഈ സഹോദരിമാർ. പെൻഷൻ കാശ് പോലും ഈ പാവങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചത് അത്യാവശ്യ ഘട്ടത്തിലെടുക്കാനാണ്. അവസാനം അത്താണിയാവുമെന്ന് പ്രതീക്ഷിച്ച സൊസൈറ്റി തന്നെ തിരിച്ചടിച്ചു. ഈ പാവങ്ങളുടെ കണ്ണീരിന് ആരാണ് മറുപടി പറയേണ്ടത്? കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.